വ്യോമപാത പൂർണ്ണമായും തുറന്നിരിക്കുകയാണ്. വ്യോമപാതയിലെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കിയിരിക്കുന്നു. സർവീസുകൾ ഇനി സാധാരണ നിലയിലാകും. ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് സാധാരണ സർവീസുകൾ നടത്താൻ കഴിയുന്നതോടെ ടിക്കറ്റ് നിരക്കും കുറഞ്ഞേക്കും. നമുക്കൊപ്പം ഈ വിഷയത്തിൽ നമ്മൾ ചില പ്രതികരണങ്ങൾ കൂടി തേടുകയാണ്. നൌഷാദ് ഹസൻ ചേരുന്നുണ്ട്. അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് CEO ആണ് അദ്ദേഹം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ നൌഷാദ്, നിലവിൽ ഇപ്പോൾ വലിയ ആശാവഹമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയാണ്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്? നമുക്ക് എപ്പോൾ മുതൽ ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ മുതൽ സാധാരണ നിലയിലേക്ക് യാത്ര ചെയ്യാനാകും? ഒപ്പം തന്നെ ഈ ഉയർന്ന ടിക്കറ്റ് നിരക്ക് അതെപ്പോൾ സാധാരണ നിലയിലേക്ക് പഴയ പടിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്? ഏറ്റവും ഒടുവിലായിട്ട് ഇന്നാണ് UAE സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ നിന്ന് ഈ അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. ഇനി എയർലൈൻസുകളാണ് അടിയന്തരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നിലവിൽ UAE നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒരു 10ലധികം വിമാനങ്ങൾ ഓരോ എയർപോർട്ടിൽ കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം. പൊതുവെ കേരളക്കാർക്കാണ്, മലയാളികൾക്കാണ് ഇതിന്റെ ഫലം കിട്ടാൻ പോകുന്നത്. 10ഓളം എയർലൈൻസുകൾ വന്നിറങ്ങിയ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇപ്പോൾ ഇറങ്ങുന്നത് ഫ്ലൈ ദുബൈയും എയർ അറേബ്യയും മാത്രമാണ് UAE നിന്ന്. ഇപ്പം ഇൻഡിഗോ ഉണ്ട്, സ്പൈസ് ജെറ്റ് ഉണ്ട്, എയർ ഇന്ത്യ എക്സ്പ്രസ് ഉണ്ട്, അതുപോലെ തന്നെ സലാം കണക്ഷൻ ഫ്ലൈറ്റ് ആയിട്ട് സലാം എയർ, ഒമാൻ എയർ, ഗൾഫ് എയർ, ഖത്തർ എയർവേസ്, അതുപോലെ തന്നെ സൗദിയുടെ ഫ്ലൈനാസ്, സൗദി എയർലൈൻസും ഇപ്പം ലാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ എയർലൈൻസുകളെല്ലാം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പൊ അത് ഈ ഓരോരോ എയർപോർട്ടുകളിലെ UAE എയർപോർട്ടിലെ സ്ലോട്ടുകൾ ഇല്ലാതിരിക്കുകയും ഒരു നിയന്ത്രണം വ്യോമയാനപാതകൾക്ക് ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് നീങ്ങിയിരിക്കുന്നത്. ഇനി എല്ലാ എയർലൈൻസുകളും അടിയന്തരമായി പഴയതുപോലെ തന്നെ എയർലൈൻസുകൾ ഇപ്പോൾ 200 പേര് ആണ് പരമാവധി എത്തിയിരുന്ന എയർപോർട്ടിൽ 2000 പേരോളം 10ഓളം ഫ്ലൈറ്റുകളെങ്കിലും മിനിമം ഒരു ദിവസം മിഡിൽ ഈസ്റ്റിൽ ഓരോ UAE, സൗദി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കാലിക്കറ്റ്, കൊച്ചി, കണ്ണൂർ, തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ 10 ഇരട്ടി സീറ്റുകൾ വർദ്ധിക്കും. 10 ഇരട്ടി സീറ്റുകൾ വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ച് പ്രൈസ് കുറയാൻ സാധ്യതയുണ്ട്.